മലപ്പുറം ചങ്ങരംകുളം വളയംകുളത്ത് റൈസ് മില്ലിലെ മെഷീനിൽ കൈ കുടുങ്ങി യുവതിയുടെ കൈ ചതഞ്ഞരഞ്ഞു. കക്കിടിപ്പുറം സ്വദേശി പുഷ്പയുടെ വലത് കൈയാണ് അറ്റത്. പുഷ്പയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, കൊപ്ര ആട്ടുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത്. ദാരുണമായ സംഭവമാണ്. ആരോഗ്യനില ഗുരുതരമെന്നതാണോ വിവരം? മലപ്പുറത്താണ് റൈസ് മില്ലിലെ മെഷീനിൽ കൈ കുടുങ്ങി യുവതിയുടെ കൈ ചതഞ്ഞരുന്നത്. ഇപ്പോൾ ആ യുവതിയുടെ ആരോഗ്യനില ഗുരുതരമാണോ എന്ന് വിവരം വരുന്നു. വിശദാംശങ്ങളുമായി സമീർ ബിൻ കരീം. സമീർ, വിവരങ്ങൾ എന്താണ്? അനുജ, അതീവ ഗുരുതരാവസ്ഥയിൽ ഈ പരിക്കേറ്റ സ്ത്രീ ഈ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 10:30 കൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. വളയംകുളത്തെ റൈസ് മില്ലിലെ മെഷീനിൽ ഈ യുവതിയുടെ കൈ കുടുങ്ങുകയായിരുന്നു. അങ്ങനെ ഇവരുടെ കൈ ഏതാണ്ട് പൂർണ്ണമായും ഈ മെഷീനകത്തേക്ക് കയറി പോകുന്നൊരവസ്ഥയുണ്ട്. അതൊക്കെ ചതഞ്ഞിറങ്ങുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളാവുകയായിരുന്നു. ഈ കൊപ്ര ആട്ടുന്ന മെഷീനിലാണ് ഈ കൈ കുടുങ്ങിയത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഇവിടെ തന്നെ ജീവനക്കാരിയായിട്ടുള്ള പുഷ്പ എന്ന് പറയുന്ന 40 വയസ്സുകാരിക്കാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. പിന്നീട് നാട്ടുകാരും പോലീസും ഒക്കെ എത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ഈ യുവതിയുടെ കൈ ഈ മെഷീനിൽ നിന്നും പുറത്തെടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. നിലവിൽ ആദ്യം ചങ്ങരംകുളം ആശുപത്രിയിലും പിന്നീട് തൃശ്ശൂരിലെ ആശുപത്രിയിലേക്കും ഇവരെ നിലവിൽ എത്തിച്ചിരിക്കുകയാണ്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.